സിനിമയിലെ റെഡ് കാർപ്പറ്റ് കാണുമ്പോൾ നിങ്ങൾ കാണുന്നത് താരങ്ങളെയാണോ, അല്ലെങ്കിൽ ഒരു ഫാമിലി ട്രീയോ? ബിക്കോസ് സംടൈംസ് ഇൻ സിനിമ ദ ബിഗ്ഗസ്റ്റ് ഇൻഹെറിറ്റൻസ് ഈസ് മണി, ഇറ്റ്സ് ഓപ്പർച്യൂണിറ്റി. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയും സിനിമാ പേജുകളും ഒന്ന് എടുത്തു നോക്ക്. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന സിനിമയിലൂടെ വിസ്മയ മോഹൻലാൽ തൻ്റെ അരങ്ങേറ്റത്തിന് ഒരുങ്ങുകയാണ്. സിനിമ റിലീസിനായി തയ്യാറെടുക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രൊമോഷൻ വർക്കുകളുമായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ വൻ ചർച്ചകളാണ് നടക്കുന്നത്. സിനിമാ കുടുംബങ്ങളിൽ നിന്നുമുള്ള പുതുമുഖങ്ങൾക്ക് പൊതുവെ ലഭിക്കുന്ന അതിശയകരമാം വിധം സുഗമവും എളുപ്പവുമായ ലോഞ്ച് പാഡ് വിസ്മയുടെ അരങ്ങേറ്റത്തിലും നമുക്ക് കാണാം. ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എൻ്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന്. കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ട്, അവരുടേതായിട്ടുള്ള നിശ്ചയങ്ങളുണ്ട്. അതിനെല്ലാം സമ്മതിച്ച ഒരാളാണ് ഞാനും സുചിയും. വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ലോഞ്ചാണിത്. എന്നിട്ടും ഹെഡ്ലൈനുകൾ ഇപ്പോഴേ തയ്യാറായി കഴിഞ്ഞു. സ്പോട്ട്ലൈറ്റ് വളരെ വാമാണ്. ഈ ഒരു സിനിമയുടെ തുടക്കം മാത്രം നോക്കിയാൽ ഈ കഥ മനസ്സിലാകില്ല. അതുകൊണ്ട് നമുക്ക് കഥയുടെ മറുവശത്തേക്ക് പോകാം. ധ്യാൻ ശ്രീനിവാസൻ. ഒരു ചെറിയ ചോദ്യം. നിങ്ങളുടെ ഓഫീസിൽ തുടർച്ചയായി 5 പ്രൊജക്റ്റുകൾ പരാജയപ്പെട്ടാൽ നിങ്ങൾ ആ ജോലിയിൽ തുടരുമോ? എന്നാൽ സിനിമയിലോ? ധ്യാൻ ശ്രീനിവാസൻ ഇപ്പോഴും സിനിമകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വൈ? ധ്യാൻ തന്നെ പല അഭിമുഖങ്ങളിലും തൻ്റെ കുടുംബ പശ്ചാത്തലമാണ് അവസരങ്ങൾ നൽകാൻ സഹായിച്ചതെന്ന് തമാശയോടെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം പ്രേക്ഷകർ ധ്യാനിനെ കാണുന്നത് മറ്റൊരു രീതിയിൽ കൂടിയാണ്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഓരോ ചീസിയും സ്ലൈമിയും അങ്ങേയറ്റം ക്രിഞ്ചുമായ അൺഫിൽറ്റേർഡ് അഭിമുഖങ്ങൾ വൻതോതിൽ പ്രചരിക്കുന്നുണ്ട്. ഡബിൾ മീനിങ് തമാശകളും അനാവശ്യ മദ്യപാന കഥകളും പറഞ്ഞ് ഇൻസ്റ്റഗ്രാം റീലുകളിൽ ഒരുതരം വില കുറഞ്ഞ സോഷ്യൽ മീഡിയ ഐക്കൺ അദ്ദേഹം ഓൾറെഡി ആയിട്ടുണ്ട്. ആളുകൾ അതൊക്കെ കണ്ട് ചിരിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ ഒരു ചോദ്യം വ്യക്തിയെക്കുറിച്ചല്ല, സിസ്റ്റത്തെക്കുറിച്ചാണ്. നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിക്കാം. ഇതേ ഫിലിമോഗ്രഫി, ഇതേ ചീസി അഭിമുഖങ്ങൾ, പക്ഷേ ഒരു സിനിമാ കുടുംബ പേര് ഇല്ലാതെയായിരുന്നു ധ്യാൻ വന്നിരുന്നതെങ്കിൽ സോഷ്യൽ മീഡിയ ഇത് ഇത്രയും ആഘോഷിക്കുമായിരുന്നോ? അതോ പടിയടച്ച് പുറത്താക്കുമായിരുന്നോ? ഒരു ഔട്ട്സൈഡർ സുരക്ഷിതമായ ഒരു ജോലി ഉപേക്ഷിച്ച് മടുപ്പിക്കുന്ന ഓഡീഷൻ ക്യൂകളിൽ നിന്ന് കഷ്ടപ്പെട്ട് മെറിറ്റിൽ മാത്രം കയറി വന്ന ഒരാളാണ് ആ സ്ഥാനത്തെങ്കിൽ 3 ഫ്ലോപ്പ് തുടർച്ചയായി ഉണ്ടായാൽ ഇൻഡസ്ട്രി അവരെ ഓർക്കുക പോലുമില്ല, അല്ലേ? ഹായ്, ദിസ് ഇസ് അഞ്ജന ജോർജ് ആൻഡ് യു ആർ വാച്ചിങ് ബട്ട് വൈ, പവേർഡ് ബൈ ക്രിയോൺ സ്റ്റുഡിയോസ്. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ലളിതമായ കാര്യം ആലോചിച്ച് നോക്കൂ. ഈ സിനിമ ഇൻഡസ്ട്രിയെ ഒരു വലിയ കളിക്കളമായി സങ്കല്പിക്കുക. അവിടെയുള്ള ഓരോ പ്രൊജക്റ്റുകളും ഓരോ ചാൻസുകളാണ്. നിങ്ങൾ ഗോഡ് ഫാദർമാർ ആരുമില്ലാത്ത ഒരു സാധാരണ ഔട്ട്സൈഡർ ആണെങ്കിൽ ഈ കളിക്കളത്തിൽ നിങ്ങളുടെ സ്വപ്നം വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരൊറ്റ അവസരം മാത്രമേ ലഭിക്കൂ. ആദ്യത്തെ ചാൻസ് നഷ്ടപ്പെടുന്നു, മിസ്. രണ്ടാമത്തെ ചാൻസ് അത് പാഴാകുന്നു, മിസ്. അവിടെ കൊണ്ട് നിങ്ങളുടെ കളി അവസാനിക്കുന്നു, ഗെയിം ഓവർ. എന്നാൽ നിങ്ങളൊരു ഇൻസൈഡർ ആണെങ്കിൽ സിസ്റ്റം നിങ്ങൾക്ക് കൈ നിറയെ അവസരങ്ങൾ തരും. യു ക്യാൻ ഡ്രോപ്പ് 3, ഷാറ്റർ 4 ആൻഡ് ദേ വിൽ സ്റ്റിൽ പാസ് യു അനദർ റൗണ്ട്. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? കമൻറ്റിൽ എഴുതൂ. പക്ഷേ ആദ്യം ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് മാത്രം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്വജനപക്ഷപാതം അഥവാ നെപ്പോട്ടിസം എന്ന ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ്. ഇത് വെറും ഒരു വ്യക്തിഗത സൗഹൃദമല്ല, ഇതൊരു സ്ട്രക്ചറൽ നെറ്റ്വർക്കാണ്. സ്ക്രീനിൽ നോക്കൂ, ഒരു കുടുംബം, മറ്റൊരു കുടുംബം, പിന്നെ മറ്റൊന്ന്. പതിയെ ഇത് വെറും ഫാമിലി ട്രീ അല്ല, ഒരു കംപ്ലീറ്റ് എക്കോസിസ്റ്റമായി മാറുന്നു. അഭിനേതാക്കളെ തന്നെ ഒന്ന് നോക്കി നോക്കൂ. ദുൽഖർ സൽമാൻ, പ്രണവ് ആൻഡ് വിസ്മയ മോഹൻലാൽ, പൃഥ്വിരാജ് ആൻഡ് ഇന്ദ്രജിത് സുകുമാരൻ, ഫഹദ് ഫാസിൽ, ഫറാൻ ഫാസിൽ, കാളിദാസ് ജയറാം, ഷെയ്ൻ നിഗം, അർജുൻ അശോകൻ. നായികമാരെ തന്നെ നോക്കി നോക്ക്. മലയാളത്തിലെ കല്യാണി പ്രിയദർശൻ, കീർത്തി സുരേഷ്, അന്നാബൻ തുടങ്ങിയ ഒരുപാട് പേർ. പിന്നെ ക്രിയേറ്റീവ് ലെൻസിലോ വിനീത് ശ്രീനിവാസനുണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്, സിദ്ധാർത്ഥ് ഭരതനുണ്ട്, ലാൽ ജൂനിയർ ഉണ്ട്, അനൂപ് സത്യനുണ്ട്, അഖിൽ സത്യനുണ്ട്, അങ്ങനെ ലിസ്റ്റ് നീണ്ടുപോകുന്നു. മലയാളത്തിലെ നെപ്പോട്ടിസം ചിലപ്പം ഇവഞ്ച്വലി ടാലന്റ് കൊണ്ട് ജസ്റ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബോളിവുഡിൽ അങ്ങനെയാണോ? സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണത്തിന് ശേഷം ബോളിവുഡിൽ നെപ്പോട്ടിസത്തിന്റെ ഡിബേറ്റ്സ് വളരെ വലിയ രീതിയിലാണ് നടന്നത്. അവിടെ കപൂർമാരും ഖാൻമാരും ബട്ടുകളും അടങ്ങുന്ന ഒരു ക്ലോസ്ഡ് ക്ലബ് പുതിയ പ്രതിഭകളെ സഫോക്കേറ്റ് ചെയ്യുന്നു എന്ന ആക്ഷേപം ശക്തമാണ്. അനന്യ പാണ്ഡെ, ജാൻവി കപൂർ, സാറ അലി ഖാൻ ആൻഡ് ഓൾ ദ ബോയ്സ് ലോഞ്ച്ഡ് ബൈ കരൺ ജോഹർ ഇതിനൊരു എക്സാമ്പിളാണ്. അവിടെയുള്ള ഇൻസൈഡേഴ്സിന്റെ സ്ഥിരം പ്രതിരോധം എന്താണെന്ന് അറിയോ? വി ഹാവ് ടു ബെയർ ദ ക്രഷിംഗ് വെയിറ്റ് ഓഫ് പബ്ലിക് എക്സ്പെക്ടേഷൻ. ഞങ്ങൾക്ക് പ്രൈവസി ഇല്ല, ഭയങ്കര ട്രോളുകളാണ് ഫേസ് ചെയ്യപ്പെടുന്നത്. അതായത് തങ്ങൾക്ക് ലഭിക്കുന്ന സ്ട്രക്ചറൽ പ്രിവിലേജസിനെ പാടെ മറച്ചു വയ്ക്കാൻ അവർ തങ്ങളുടെ ഇമോഷണൽ കോസ്റ്റിനെ മുന്നിലേക്കിടുന്നു. ബോളിവുഡ് കഴിഞ്ഞാൽ പിന്നെ ഈ കുത്തക നമ്മൾ കാണുന്നത് ടോളിവുഡിലാണ് ഏറ്റവും കൂടുതൽ, അഥവാ തെലുങ്ക് സിനിമയിൽ. മെഗാ ഫാമിലി, അക്നേനി ക്ലാൻ, നന്ദമൂരി ഫാമിലി ആൻഡ് ദഗുപതി സാമ്രാജ്യം. വലിയൊരു വിഹിതം പ്രൊഡക്ഷൻ സംവിധാനവും സ്റ്റാർ സിസ്റ്റവും ഏതാനും സിനിമാ കുടുംബങ്ങളുടെ ചുറ്റുമാണ് എന്ന വിമർശനം വർഷങ്ങളായി തെലുങ്കിൽ നിലനിൽക്കുന്നുണ്ട്. സമാന്ത ഋത്പ്രഭു തന്നെ പല അഭിമുഖങ്ങളിലും
ഒരു ഔട്ട്സൈഡർ എന്ന നിലയിൽ ഇൻഡസ്ട്രിയിൽ ആദ്യമായി അവസരങ്ങൾ കണ്ടെത്താനും നിലനിൽക്കാനും നേരിട്ട കടുത്ത ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഔട്ട്സൈഡറായ സിദ്ധാന്ത് ചതുർവേദി അന്യ പാണ്ഡെയുടെ മുഖത്ത് നോക്കി ഇന്ത്യൻ പോപ്പ് കൾച്ചർ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ചെക്ക് കൊടുത്തത്. ദ ഡിഫറൻസ് ഇസ് their struggle begins where our dreams are fulfilled. So it isn't as easy as people say it is. I think everyone has their own journey. डिफरेंस यही है कि जहाँ हमारे सपने पूरे होते हैं वहाँ इनका स्ट्रगल शुरू होता है. Psychology has a name for this, defensive attribution bias. Sounds complicated അല്ലേ? പക്ഷേ ആശയം വളരെ ലളിതമാണ്. നമ്മുടെ വിജയത്തിൽ ഭാഗ്യമോ പ്രിവിലേജോ പങ്കുവഹിച്ചെന്ന് സമ്മതിക്കാൻ മനുഷ്യന്റെ ഈഗോയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് സ്വന്തം ആത്മാഭിമാനം സംരക്ഷിക്കാൻ അവർ തങ്ങളുടെ സങ്കടങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യും. നമ്മൾ വിചാരിക്കും ഇത് ഇന്ത്യയിലെ മാത്രം ഒരു പ്രതിഭാസമാണെന്ന്. പക്ഷേ നെപ്പോട്ടിസം ഇസ് എ ഗ്ലോബൽ ഹ്യൂമൻ ഡിഫോൾട്ട്. ചരിത്രപരമായി നോക്കിയാൽ നെപ്പോട്ടിസം എന്ന വാക്ക് വരുന്നത് ഇറ്റാലിയൻ വാക്കായ നെപ്പോട്ടിസ്മോയിൽ നിന്നാണ്. അതിനർത്ഥം നെഫ്യൂ, അനന്തരവൻ എന്നാണ്. മധ്യകാലഘട്ടത്തിൽ കത്തോലിക്ക മാർപ്പാപ്പമാർക്ക് സ്വന്തം മക്കൾക്ക് സ്വത്ത് കൊടുക്കാൻ നിയമപരമായി പറ്റാത്തതുകൊണ്ട് അവർ തങ്ങളുടെ അനന്തരവന്മാർക്ക് ഉയർന്ന പദവികൾ നൽകി അധികാരം കുടുംബത്തിൽ തന്നെ നിലനിർത്തി. മോഡേൺ ഹോളിവുഡ് ഇതിനെ നെപ്പോ ബേബി എന്ന് റീബ്രാൻഡ് ചെയ്തു. ഇന്ത്യയിലാണെങ്കിലോ ദ നെപ്പോ കിഡ്സ്. മായ ഹോക്ക് ഓപ്പണായി സമ്മതിക്കുന്നുണ്ട് ഏതൻ ഹോക്കിൻ്റെയും ഉമ തേർമാൻ്റെയും മകളായതുകൊണ്ട് മാത്രമാണ് തനിക്ക് സിനിമയിലേക്ക് ഈസി ആയിട്ട് എൻട്രി ലഭിച്ചതെന്ന്. ലില്ലി റോസ് ഡെപ്പിൻ്റെ ആയാലും ഡെക്കോട്ടെ ജോൺസന്റെ ആയാലും എല്ലാവരുടെയും മെക്കാനിസം ഒന്നാണ്, ജനറേഷണൽ ട്രാൻസ്ഫർ ഓഫ് സോഷ്യൽ ക്യാപിറ്റൽ. നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്, സർവൈവർഷിപ്പ് ബയസ്. നമ്മൾ ഫഹദ് ഫാസിലിനെ പോലെയുള്ള ജീനിയസുകളെ കാണുമ്പോൾ വിചാരിക്കും ഈ സിസ്റ്റം പെർഫെക്റ്റ് ആണെന്ന്. ഫഹദ് ഫാസിൽ ഇന്ന് നിലകൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ അസാധാരണമായ പ്രകടനങ്ങൾ കൊണ്ടാണെന്ന്. പക്ഷേ ആദ്യ പരാജയത്തിന് കയ്യെത്തും ദൂരത്തിന് ശേഷം തിരിച്ചു വരാനും സ്വയം തെറ്റ് തിരുത്താനും സുരക്ഷിതമായ സമയവും സാമ്പത്തികമായ ഇൻസുലേഷനും അദ്ദേഹത്തിന് ലഭിച്ചു. അതേസമയം പല ഔട്ട്സൈഡേഴ്സിൻ്റെയും കരിയർ അത്തരമൊരു ആദ്യ പരാജയത്തിന് ശേഷം അവസാനിച്ചിട്ടുണ്ടാവും. നമ്മൾ അവരെ ഓർക്കുന്നില്ല. ബിക്കോസ് ഹിസ്റ്ററി റിമെമ്പേഴ്സ് സർവൈവേഴ്സ്. അതെ, സിനിമ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പ്രവേശനം എളുപ്പമായിരിക്കും. എന്നാൽ പിന്നീട് അവർ തങ്ങളുടെ അസാധ്യമായ ടാലൻറ്റ് തെളിയിക്കുകയാണെങ്കിൽ പ്രേക്ഷകർ അവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. പക്ഷേ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഇന്നീക്വാലിറ്റിയാണ്. ഒരു ഔട്ട്സൈഡർക്ക് ഒരൊറ്റ തവണ പരാജയപ്പെടാൻ പോലും ഈ സിസ്റ്റം ക്ഷമ കൊടുക്കാറില്ല. എന്നാൽ പ്രിവിലേജ് ഉള്ള ഇൻസൈഡേഴ്സിന് പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് വീണ് ഒടുവിൽ വിജയിക്കാൻ ആവശ്യത്തിന് സമയവും അനന്തമായ അവസരങ്ങളും ഈ സിസ്റ്റം നൽകിക്കൊണ്ടേയിരിക്കും. ഇതുപോലെയുള്ള പ്രിവിലേജിന് വലിയ വാതിലുകൾ മില്ലി സെക്കൻഡുകൾ കൊണ്ട് തുറക്കാൻ പറ്റും. ഇവരുടെ പരാജയങ്ങളെ, ക്യൂട്ട് ഇൻ്റർവ്യൂ കണ്ടന്റുകളെ എല്ലാം വളരെ മനോഹരമായി സെലിബ്രേറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ ഒടുവിൽ തിയേറ്ററിൻ്റെ ഇരുട്ടിലിരിക്കുന്ന പ്രേക്ഷകനാണ് ഫൈനൽ വീറ്റോ പവർ. നെപ്പോട്ടിസം doesn't decide who becomes a legend. It decides who gets enough chances to become one. So, comment below. Who is an insider who completely outgrew their privilege and which outsider deserve more spotlight? That's all for today. Bye from Anjana from Butwai, powered by Creon Studios. Like ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. See you in the next one. Thank you.